നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയുടെ ഫലമാണ് പാലക്കാടിന് അനുവദിച്ച കോച്ച് ഫാക്ടറി ഇല്ലാതാവാൻ കാരണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. കേരളത്തിലെ 19 MP-മാരും കേന്ദ്ര സർക്കാരിന്റെ നാവായി മാറിയെന്നും കോച്ച് ഫാക്ടറി അഭിമാനമായി അവതരിപ്പിച്ച കോൺഗ്രസ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്തുതിപാഠകരായി എന്നും NN കൃഷ്ണദാസ്. പാലക്കാടിന് അനുവദിച്ച കോച്ച് ഫാക്ടറി റദ്ദു ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ CPM-ന്റെ പ്രതിഷേധ സമരം ഒലവക്കോട്. ആവർത്തിച്ച് നുണ പറഞ്ഞ് കേരളീയരെ പറ്റിക്കുന്ന സർക്കാരായി UDF സർക്കാർ മാറിയെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സുമംഗല ടീച്ചർ. UDF സർക്കാർ കൊട്ടിയാഘോഷിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ പറ്റിക്കലായിരുന്നുവെന്നും 25 ലക്ഷം രൂപയുടെ കുടുംബ ഇൻഷുറൻസും 3000 രൂപ ക്ഷേമ പെൻഷനും ആഗ്രഹിച്ച UDF-ന് വോട്ട് ചെയ്തവർ പറ്റിക്കപ്പെട്ടെന്നും സുമംഗല. സാമൂഹ്യ പെൻഷൻ അട്ടിമറിക്കപ്പെട്ടെന്ന് ആരോപിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് പാലക്കാട്. വിദ്യാർത്ഥികളെ അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ കയറ്റി നിയമം ലംഘിച്ച് യാത്ര നടത്തിയ സ്കൂൾ വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. സ്കൂൾ അധികൃതർക്ക് താക്കീത് നൽകി. വിദ്യാർത്ഥികളെ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ്. വാർത്തകൾ വിശദമായി. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയുടെ ഫലമാണ് പാലക്കാടിന് അനുവദിച്ച കോച്ച് ഫാക്ടറി ഇല്ലാതാവാൻ കാരണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് പറഞ്ഞു. കേരളത്തിലെ 19 MP-മാരും കേന്ദ്ര സർക്കാരിന്റെ നാവായി മാറിയെന്നും കോച്ച് ഫാക്ടറി അഭിമാനമായി അവതരിപ്പിച്ച കോൺഗ്രസ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്തുതിപാഠകരായി മാറിയെന്നും കൃഷ്ണദാസ് പറഞ്ഞു. പാലക്കാടിന് അനുവദിച്ച കോച്ച് ഫാക്ടറി റദ്ദു ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ ഒലവക്കോട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്ന് കോട്ടമൈതാനത്ത് ഇന്ദിരാഗാന്ധിയുടെ ആ പ്രസംഗം തർജ്ജമ ചെയ്തത് അപ്പോഴത്തെ KPCCയുടെ പ്രസിഡന്റായിരുന്ന പ്രൊഫസർ KN ചാണ്ടിയായിരുന്നു. പ്രൊഫസർ KN ചാണ്ടിയാണ് അന്ന് ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. കരുണാകരൻ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു ഇന്ദിരാ പ്രിയദർശിനി, അങ്ങനെയാണ് കോൺഗ്രസ്സുകാർ ഇന്ദിരാഗാന്ധിയെ വിളിച്ചിരുന്നത്. ഇന്ദിരാ പ്രിയദർശിനി പാലക്കാട്ടുകാർക്ക് ഒരു സമ്മാനം പ്രഖ്യാപിച്ചല്ലോ. പാലക്കാട് വരേണ്ടിയിരുന്ന കോച്ച് ഫാക്ടറി ഇല്ലാതാക്കിയതിന് പിന്നിൽ കോൺഗ്രസിന്റെ പിടിപ്പുകേടും കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള വിവേചനവുമാണ്. കോച്ച് ഫാക്ടറി അഭിമാനമായി അവതരിപ്പിച്ച കോൺഗ്രസ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്തുതിപാഠകരായി മാറി. റെയിൽവേക്ക് കേരള സർക്കാർ ഏറ്റെടുത്ത് നൽകിയ സ്ഥലം കേരളത്തിന് തിരിച്ചു നൽകില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിന്റേത്. ഇത് കേട്ട് റാൻ മുളുകയാണ് കോൺഗ്രസ് MP-മാരെന്നും കൃഷ്ണദാസ് പറഞ്ഞു. CPIM ജില്ലാ കമ്മിറ്റി അംഗം TK അച്യുതൻ അധ്യക്ഷത വഹിച്ചു. CPIM മുണ്ടൂർ ഏരിയ സെക്രട്ടറി CR സജീവ്, ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആവർത്തിച്ചു നുണ പറഞ്ഞ കേരളീയരെ പറ്റിക്കുന്ന സർക്കാരായി UDF സർക്കാർ മാറിയെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സുമംഗല ടീച്ചർ പറഞ്ഞു. UDF സർക്കാർ കൊട്ടിയാഘോഷിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ പറ്റിക്കലായിരുന്നുവെന്നും 25 ലക്ഷം രൂപയുടെ കുടുംബ ഇൻഷുറൻസും 3000 രൂപ ക്ഷേമ പെൻഷനും ആഗ്രഹിച്ച് UDF-ന് വോട്ട് ചെയ്തവർ പറ്റിക്കപ്പെട്ടെന്നും സുമംഗല ടീച്ചർ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിച്ചു എന്നാരോപിച്ച് പാലക്കാട് മുനിസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. 25 ലക്ഷം രൂപയുടെ കുടുംബ ഇൻഷുറൻസും 3000 രൂപ ക്ഷേമ പെൻഷനും ആഗ്രഹിച്ച UDF-ന് വോട്ട് ചെയ്തവർ പറ്റിക്കപ്പെട്ടു. പിണറായി വിജയൻ ഹെലികോപ്റ്റർ യാത്ര നടത്തിയപ്പോൾ പരിഹസിച്ച VD സതീശൻ ഇന്ന് യാത്ര ചെയ്യുന്നത് അതേ കോപ്റ്ററിലാണ്. VD സതീശന്റെ കോപ്റ്റർ യാത്രയിലും ദുരൂഹതയുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിൽ നടക്കില്ലെന്നും സുമംഗല ടീച്ചർ പറഞ്ഞു. എന്താ പറയുന്നത്, ഞങ്ങൾ ഇതിനകത്ത് പൈസയൊന്നും ചെലവാക്കിയിട്ടില്ല. ഇത്ര മണിക്കൂർക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ള വാടകയ്ക്ക് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഈ രീതിയിൽ കൃത്യമായ സമീപനമില്ലാതെ ഓരോ നിമിഷം രാവിലെ പറയുന്നതല്ല വൈകുന്നേരം വരുമ്പോഴത്തേക്കും, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു, അതിന്റെ രീതി മാറുന്നു. അവര് ഉരുണ്ട് കളിക്കുക. ആ രീതിയിലുള്ള ഗവൺമെന്റാണ് നമുക്കുള്ളത്. ഇപ്പൊ ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ക്ഷേമ പെൻഷന്റെ കാര്യം ഇവര് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്താ ഉണ്ടായത്? ഭരണത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി. എന്തൊക്കെ ഇന്ദിരാ ഗ്യാരണ്ടി പറഞ്ഞത്? 1 KSRTC-യിലെ സൗജന്യ യാത്ര, 2 ക്ഷേമ പെൻഷൻ 3000 കൊടുക്കും, 3 എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം ഇൻഷുറൻസ് നൽകും. ജില്ലാ കമ്മിറ്റി അംഗം A കുമാരി അധ്യക്ഷത വഹിച്ചു. K പ്രേമ, ഷബ്ന, ഷാഹിദ, പത്മാവതി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാർത്ഥികളെ അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ കയറ്റി നിയമം ലംഘിച്ച് യാത്ര നടത്തിയ സ്കൂൾ വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. സ്കൂൾ അധികൃതർക്ക് താക്കീത് നൽകി. വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. സ്കൂൾ ബസ്സുകളിൽ പരിധിയിൽ കൂടുതൽ കുട്ടികളെ കയറ്റി യാത്ര ചെയ്യുന്നതിനായി ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ്
മോട്ടോർ വാഹന വകുപ്പ് പ്രത്യേക പരിശോധന നടത്തിയത്. പരിശോധനയിൽ 2 സ്കൂൾ ബസ്സുകളിൽ നിയമലംഘനം കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് HSS അനങ്ങനടി, പനമണ്ട UP സ്കൂൾ എന്നിവയുടെ വാഹനങ്ങൾക്ക് ഓവർലോഡിന് പിഴ ചുമത്തുകയും സ്കൂൾ അധികൃതർക്ക് താക്കീത് നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും സ്കൂൾ വാഹനങ്ങളിൽ പരിശോധന കർശനമായി തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S വിജയകുമാറിന്റെ നേതൃത്വത്തിൽ ഡ്രൈവർ ബിനീഷും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കിടപ്പിലായ രോഗികൾക്ക് ഓണസദ്യ ഒരുക്കുന്നതിനായി സ്കൂളുകളിൽ സ്നേഹ ബക്കറ്റ് ഒരുക്കി മാതൃകയായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ 23 സ്കൂളുകളിൽ നിന്നായി ശേഖരിക്കുന്ന 100 കണക്കിന് ഭക്ഷ്യവസ്തുക്കളാണ് 120-ലേറെ രോഗികളുടെ വീട്ടിൽ എത്തിക്കുക. പദ്ധതിക്ക് പൂർണ്ണ പിന്തുണയും സഹകരണവുമാണ് ലഭിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ പറഞ്ഞു. പദ്ധതിയുടെ അമ്പലപ്പാറ പഞ്ചായത്ത് തല ഉദ്ഘാടനം ചുനങ്ങാട് MS BM UP സ്കൂളിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ച വൈസ് പ്രസിഡന്റ് സൗദ സലീം നിർവഹിച്ചു. അമ്പലപ്പാറ പഞ്ചായത്തും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രവും ചേർന്നാണ് പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങളും ഓണം ആഘോഷിക്കുന്നതിനു വേണ്ടി സ്നേഹ ബക്കറ്റ് പദ്ധതി ആവിഷ്കരിച്ചത്. സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 120-ലേറെ രോഗികൾക്ക് ഓണപ്പുടവയടക്കമുള്ള 16 സാധനങ്ങളടങ്ങിയ ഓണക്കിറ്റ് നൽകുന്നതാണ് പദ്ധതി. ഇതിനുവേണ്ടി പഞ്ചായത്തിലെ 23 വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളിൽ നിന്നാണ് ഓണസദ്യ ഒരുക്കുന്നതിന് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ ശേഖരിക്കുന്നത്. ഓരോ സ്കൂളിലും സജ്ജമാക്കിയ സ്നേഹ ബക്കറ്റിൽ വിദ്യാർത്ഥികൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ടു നിറയ്ക്കും. ഇത് പിന്നീട് പഞ്ചായത്തിലെത്തിച്ച് ഓണക്കിറ്റാക്കി രോഗികൾക്ക് കൈമാറും. വ്യാഴാഴ്ചയോടെ എല്ലാ സ്കൂളിൽ നിന്നും സാധനങ്ങൾ ശേഖരിക്കും. പദ്ധതി അറിയിച്ചതോടെ ആദ്യമായി ചുനങ്ങാട് UP സ്കൂളാണ് സാധനങ്ങൾ വേഗത്തിൽ ശേഖരിച്ചത്. ഇതിലേക്ക് ആവശ്യമായ അരിയും മയിലംപുറത്തെ സ്വാമി വിവേകാനന്ദ BEd കോളേജിൽ നിന്നും സ്പോൺസർമാർ വഴിയുമാണ് ശേഖരിക്കുന്നത്. പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ കിറ്റിലേക്ക് ഓണപ്പുടവകൾ നൽകും. സാധനങ്ങൾ അധികം ലഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി രോഗികൾക്ക് കിറ്റ് നൽകാനും പദ്ധതിയുണ്ട്. കിറ്റിലേക്ക് ലഭിക്കാത്ത സാധനങ്ങൾ കൂടി ചേർത്ത് കർഷക ദിനം കഴിയുന്നതോടെ കിറ്റുകൾ വിതരണം ചെയ്യുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K രാധാകൃഷ്ണൻ അറിയിച്ചു. അമ്പലപ്പാറ പഞ്ചായത്ത് ഈ തവണ ഓണം ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്തുള്ള പാലിയേറ്റീവ് കുടുംബങ്ങളെ അവർക്കും ഒരു വിഭവസമൃദ്ധമായ ഓണം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായ പദ്ധതികളാണ് ആലോചിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്നും കുട്ടികൾ സംഭരിക്കുന്ന, സംഭാവന ചെയ്യുന്ന വിവിധ ഭക്ഷ്യവസ്തുക്കൾ അത് ശേഖരിച്ചുകൊണ്ട് സ്നേഹ ബക്കറ്റ് എന്ന പേരിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ ശേഖരിച്ച് അവരിലും അവരുടെ രക്ഷിതാക്കളിലും പാലിയേറ്റീവ് രോഗികളോട് അനുകമ്പ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ഇത്തരത്തിൽ സ്നേഹ ബക്കറ്റിലെ സാധനങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അത് ഇന്നു മുതൽ ഏറ്റുവാങ്ങുകയാണ്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഒറ്റപ്പാലം ഈസ്റ്റ് ഒറ്റപ്പാലത്ത് അപ്രോച്ച് റോഡിനരികിൽ സ്ഥാപിച്ച താൽക്കാലിക ഡിവൈഡറിൽ കാർ ഇടിച്ച് അപകടം. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ആളപായമില്ല. ഒറ്റപ്പാലത്ത് നിന്നും ഈസ്റ്റ് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുകയായിരുന്ന പാലപ്പുറം സ്വദേശിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇയാൾ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. പ്രധാന പാതയോരത്ത് മുന്നറിയിപ്പ് ബോർഡുകളോ മറ്റു സംവിധാനങ്ങളോ ഇല്ലാത്തതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വാളയാർ കേരള തമിഴ്നാട് അതിർത്തിയായ വാളയാർ ചാവടിപ്പാറ പുതുപ്പതിയിൽ ട്രാക്ക് കുറുകെ കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിച്ചു കയറി പിടിയാനയും കുട്ടിയാനയും ചെരിഞ്ഞു. മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചാണ് അപകടമെന്ന് വനംവകുപ്പ് അറിയിച്ചു. അപകടത്തെ തുടർന്ന് 20 മിനിറ്റോളം ട്രെയിൻ വനമേഖലയിൽ നിർത്തിയിട്ടു. ചാവടിപ്പാറ ജനവാസ മേഖലയിലെത്തിയ അമ്മയാനയും കുട്ടിയും കാട്ടിലേക്ക് കയറുന്നതിനിടയിലാണ് ട്രെയിൻ ഇടിച്ചു ചെരിഞ്ഞത്. ട്രെയിൻ ഇടിച്ച ശേഷം 50 മീറ്ററോളം ആനകളുടെ ജഡം ട്രാക്കിലൂടെ വലിച്ചു കൊണ്ടുപോയ നിലയിലായിരുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി. വാളയാർ സെക്ഷനു കീഴിൽ ഉൾപ്പെടുന്ന മേഖലയിലാണ് അപകടമുണ്ടായത്. ഈ മേഖലയിലെ റെയിൻ ഫെൻസിംഗ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. വനമേഖലയിൽ ട്രെയിൻ വേഗം കുറവായതിനാലാണ് പാളം തെറ്റാതിരുന്നതും വലിയ ദുരന്തം ഒഴിവായതും. വാളയാർ റേഞ്ച് ഓഫീസർ RS പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി. മാസങ്ങൾക്ക് മുൻപ് വാളയാർ മാൻ പാർക്കിന് പിൻവശത്തും ആന ട്രെയിൻ തട്ടി ചരിഞ്ഞിരുന്നു. DRM മധുകർ റൌത്ത് ഉൾപ്പെടെയുള്ള റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭ 37-ാം വാർഡിലെ അമ്പലവട്ടം റോഡിലെ ശോച്യാവസ്ഥയ്ക്ക് വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ താൽക്കാലിക പരിഹാരം. കൗൺസിലറുടെയും വാർഡ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ശ്രമദാനത്തിലൂടെ റോഡ് സഞ്ചാരയോഗ്യമാക്കി. 2026-27 വാർഷിക പദ്ധതിയിൽ ഈ റോഡിലെ ശോചനാവസ്ഥയിലുള്ള ഭാഗങ്ങൾ ടാറിങ്ങും റീടാറിംഗ് ചെയ്യുന്നതിനും മറ്റു ഭാഗങ്ങൾ പാച്ച് വർക്ക് ചെയ്യുന്നതിനും 10 ലക്ഷം രൂപ പദ്ധതിയിൽ വകയിരുത്തുകയും നിലവിൽ എസ്റ്റിമേറ്റ് എടുക്കാനുള്ള പ്രവർത്തികൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.
സാങ്കേതിക അനുമതി ലഭിച്ചാൽ ടെൻഡർ നടപടിയിലേക്ക് കടക്കും. ഒറ്റപ്പാലം നഗരസഭയിൽ പൊതുമരാമത്ത് പ്രവർത്തികൾ ചെയ്യുന്നതിൽ വരുന്ന കാലതാമസം കൊണ്ടാണ് റോഡുകളുടെ പണികൾ ചെയ്യുന്നതിൽ പ്രതിസന്ധി നേരിടുന്നത്. 2025-26 വാർഷിക പദ്ധതിയിൽ മല്ലിപ്പറമ്പ് റോഡ് റീടാറിംഗ് പ്രവർത്തികൾ ചെയ്യുന്നതിന് വേണ്ടി 11.5 ലക്ഷം രൂപ വകയിരുത്തി ടെൻഡർ പ്രവർത്തികൾ കഴിഞ്ഞ കരാറുകാരൻ ഏറ്റെടുത്താണ്. എന്നാൽ കൃത്യസമയത്ത് എഗ്രിമെന്റ് വയ്ക്കാനും സൈറ്റ് ഹാൻഡ് ഓവർ ചെയ്യുവാനും നഗരസഭയ്ക്ക് സാധിച്ചില്ല. ആയതിനാൽ ഈ 2 റോഡ് വർക്കുകളും എന്നാണോ ഇനി ടാറിംഗ് പ്ലാന്റ് നമ്മുടെ ഒറ്റപ്പാലത്തേക്ക് വരുന്നത് ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭ 37-ാം വാർഡ് പനമണ്ണ സൗത്തിലെ വായനശാല അമ്പലവട്ടം റോഡിലെ ശോചനീയാവസ്ഥയിലുള്ള റോട്ടിലെ വലിയ കുഴികളാണ് ഇന്ന് അടയ്ക്കുന്ന പ്രവർത്തികൾ നടന്നിട്ടുള്ളത്. ഒറ്റപ്പാലം നഗരസഭയിൽ രേഖാമൂലം കത്ത് നൽകിയിട്ടും യാതൊരുവിധ നടപടികൾ സ്വീകരിക്കാത്ത പക്ഷം വാർഡ് കൗൺസിലറുടെയും വാർഡ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സാമ്പത്തിക സഹായം ഉൾപ്പെടെ എടുത്തുകൊണ്ടാണ് ഇന്നത്തെ പ്രവർത്തികൾ ഇവിടെ നടന്നിട്ടുള്ളത്. ഒറ്റപ്പാലം നഗരസഭയിൽ രേഖാമൂലം കത്ത് നൽകിയതിനെ തുടർന്ന് ഒറ്റപ്പാലം എഞ്ചിനീയറിംഗ് വിഭാഗം വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നടപടികളും ഈ സമയം വരെ നടത്താത്ത സാഹചര്യമായതിനാൽ ജനങ്ങളുടെ പരാതിയെ തുടർന്നാണ് ഇത്തരമൊരു നടപടി വാർഡ് കൗൺസിലറുടെയും വാർഡ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഖുർആൻ അന്താരാഷ്ട്ര പഠന പദ്ധതിയായ വെളിച്ചം ബാലവെളിച്ചം എന്നിവയുടെ 22ാം ഘട്ട സംസ്ഥാന സമ്മേളനം ആഗസ്റ്റ് 16-ന് പാലക്കാട് മുഹമ്മദ് ബാഗ് ഇവന്റ് സെന്ററിൽ സംഘടിപ്പിക്കും. രാവിലെ 9:30 മുതൽ വൈകിട്ട് 4:30 വരെ നീണ്ടു നിൽക്കുന്ന സമ്മേളനം പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നൌഷാദ് കാക്കവയൽ, അബ്ദുൾ സത്താർ ഫാറൂഖി, ഷമീർ ഹലാഹി, ഫാദിൽ റഹ്മാൻ KV എന്നിവരുടെ നേതൃത്വം നടക്കുന്ന ഹേഹല് മത്സരത്തോടെയാണ് പരിപാടികൾ ആരംഭിക്കുക. CP അബ്ദുസമദ് മോഡറേറ്ററാകുന്ന ലഹരിമുക്ത സമൂഹം സാധ്യമാണോ എന്ന വിഷയത്തിലെ പാനൽ ചർച്ചയിൽ സുഹേൽ സാബിർ, ഡോക്ടർ മുബഷീർ പാലത്ത്, ഡോക്ടർ KR ബിനു, KM അബ്ദുൽ ലത്തീഫ് എന്നിവർ പങ്കെടുക്കും. നൌഷാദ് കാക്കവയൽ, ഫാത്തിമ ഹിബാസി എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക പഠന സെഷനും നടക്കും. കുഞ്ഞി മുഹമ്മദ് മദനി, അൻഫസ് നന്മണ്ട, ഷരീഫ് കോട്ടയ്ക്കൽ, നസീം മടവൂർ എന്നിവർ നയിക്കുന്ന മെഗാ ക്വിസിന് ശേഷം 2:30 മുതൽ സമാപന സമ്മേളനം ആരംഭിക്കും. ഷാനവാസ് പറവന്നൂർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി പ്രത്യേകം സംഘടിപ്പിക്കുന്ന റുമാൻ ബാലസംഗമവും കൂട്ടുകൂടലും നടക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 1000-ഓളം പഠിതാക്കളും പ്രതിനിധികളും സംഗമത്തിൽ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 1200-ഓളം വരുന്ന ഖുർആൻ പഠിതാക്കളാണ് ഈ സംഗമത്തിൽ ഉണ്ടാവുക. അവർക്കുള്ള ഭക്ഷണം അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളാണ് ജില്ലാ സമിതി ഇവിടെ നമ്മൾ ഒരുക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ലഹരി എന്നതാണ്. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ ലഹരി എത്രമാത്രം വ്യാപകമാണ് എന്നത്. എല്ലാ നിലയിലും സംസ്ഥാന സർക്കാരും ഒക്കെ അതിന്റെ മുന്നണി പ്രവർത്തനത്തിൽ പോകുന്ന സമയത്ത് തന്നെ ലഹരി മനുഷ്യരെ എങ്ങനെ സ്വാധീനിക്കുന്നു, അത് ഏതൊക്കെ തരത്തിലുള്ള ദൂഷ്യവശങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നു, അതിനെങ്ങനെ പ്രതിരോധിക്കാമെന്ന കാര്യങ്ങളും ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ KNM ജില്ലാ സെക്രട്ടറി യൂസഫ് തോട്ടശ്ശേരി, ISM ജില്ലാ സെക്രട്ടറി ഷഫീഖ് അസ്ഹരി, എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൾ വാജിദ്, SY മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. അത് മാത്രമല്ല, ഈ പ്രോഗ്രാമിൽ ഒരുപാട് പാർട്ടിസിപ്പേഷൻ പാലക്കാട് ആളുകൾ പ്രോഗ്രാം മാത്രമല്ല, ഡാൻസ്, അതുപോലെ തന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ്, പാലക്കാട് ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് ഇൻഫ്ലുവൻസസ്. അവർക്ക് എല്ലാവർക്കും ഒരു അവാർഡ് ഫംഗ്ഷൻ കൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഡിസൈനർ ഷോ, അതുപോലെ റാപ്പ്, ഇൻഫ്ലുവൻസർ, അവാർഡ് പ്രോഗ്രാം, DJ, ഡാൻസിംഗ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആക്ച്വലി നമ്മൾ അത്യാവശ്യം ഫാഷൻ ലോകത്തിൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിപ്പോൾ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോങ്ങാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി VM അൻവർ സാദിഖിനെ തിരഞ്ഞെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട നിസാമുദ്ദീൻ പൊന്നങ്കാട് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് കോങ്ങാട് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി അൻവർ സാദിഖ് VM-നെയും ജനറൽ സെക്രട്ടറിയായി സലാഹുദ്ദീൻ PM-നെയും തെരഞ്ഞെടുത്തു. നിയോജകമണ്ഡലം നിരീക്ഷകൻ TM സലാം മാസ്റ്റർ യോഗ നടപടികൾ നിയന്ത്രിച്ചു. ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് മാരായമംഗലം യോഗം ഉദ്ഘാടനം ചെയ്തു. PE സലാം മാസ്റ്റർ, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ KK അസീസ്, PK അബ്ദുള്ളക്കുട്ടി, ജില്ലാ സെക്രട്ടറി MS നാസർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പോഷക സംഘടനകളുടെ നേതാക്കൾ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാഹന സേവനത്തിനായി പരിവാർ ഓൺലൈൻ സംവിധാനം പരാജയമാണെന്ന് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ്
ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ശിവദാസൻ പറഞ്ഞു. അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് 15 പാലക്കാട് നടക്കുമെന്നും കെ ശിവദാസൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അസോസിയേഷനെ സർക്കാർ അംഗീകരിച്ചെങ്കിലും യാതൊരുവിധ ആശ്വാസ നടപടികളും ലഭ്യമാക്കിയിട്ടില്ല. രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള RTO ജോലികൾ തങ്ങൾക്കായിരിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. പരിവാർ പോർട്ട് മുന്നറിയിപ്പില്ലാതെ അപ്ഡേറ്റ് ചെയ്യുന്നതും സുതാര്യമില്ലായ്മയുമാണ് പ്രശ്നങ്ങൾക്കിടയാക്കുന്നത്. പരിഹാരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപ്പിലാക്കാത്തത് പണനഷ്ടത്തിനിടയാക്കിയിട്ടുണ്ട്. സമ്മേളനത്തിൽ വിവിധ കാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനം നടക്കുമെന്നും ശിവദാസൻ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ സർക്കാർ നമ്മുടെ ബിസിനസ്സുകാരെ അതായത് ഡീലർമാരെ അംഗീകരിച്ചിട്ട് ആകെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ, 2 കൊല്ലമായിട്ടുള്ളൂ. ഒരു 26 കൊടുത്ത് നമുക്കൊരു രജിസ്ട്രേഷൻ എടുക്കണമെന്ന് സർക്കാർ ഉദ്ദേശിച്ചു. ആ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഇനി വരുന്ന OTP മുതലായ കാര്യങ്ങൾ, ഫൈൻ കെട്ടാൻ, അത് RTO സംബന്ധമായ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം. നമ്മൾ ഏകദേശം 1000 ഇപ്പുറം അല്ലെങ്കിൽ 500 കൂടുതൽ ആൾക്കാർ ലൈസൻസ് എടുത്തു, 26 കൂടുതൽ. ഈ പറഞ്ഞത് വെറുതെ എന്നല്ലാതെ യാതൊരു സംഭവം നമുക്ക് OTP കിട്ടുന്ന മാതിരിയില്ല. അത് രജിസ്ട്രേഷൻ ഡീലർഷിപ്പിക്ക് വണ്ടി മാറ്റിക്കഴിഞ്ഞാൽ നമുക്കാണ് എല്ലാം എന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും നമുക്ക് നടക്കുന്നില്ല. നിരന്തരം ഈ RTOസിലുള്ള അപ്ഡേഷൻ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ നമുക്ക് പേര് മാറാനും HP നോട്ട് ചെയ്യാനും ഒന്നിച്ച് ഫീസ് കെട്ടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അത് പറ്റില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് N മണികണ്ഠൻ, ജില്ലാ സെക്രട്ടറി M ശിവകുമാർ, K ശ്രീജിത്ത്, K വിജയൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വാർത്തകൾ തുടരുന്നു. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന കർക്കിടക ഔഷധ കഞ്ഞി വിതരണവും പ്രഗത്ഭ വ്യക്തികളുടെ ക്ലാസ് അവതരണവും സമാപിച്ചു. സത്യസായി സേവാ സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹരി ചിറ്റൂർ ഉദ്ഘാടനം ചെയ്തു. ഭജനയും ഉണ്ടായിരുന്നു. ഷൊർണൂർ കാരക്കാട് ജീവിത ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 7 ആരംഭിച്ചു വന്നിരുന്ന കർക്കിടക ഔഷധകഞ്ഞി വിതരണവും പ്രഗത്ഭ വ്യക്തികൾ നയിച്ച ക്ലാസുകളുടെയും സമാപനമാണ് വ്യാഴാഴ്ച നടന്നത്. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം സത്യസായി സേവാ സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഹരി ചിറ്റൂർ നിർവഹിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തുള്ള സകല വിഷയം, അക്ബർ കിണർ കുഴിച്ചതും ബാബർ പിന്നെ കോട്ട കെട്ടിയതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല. അമേരിക്കയിൽ എന്ത് നടക്കുന്നു നമുക്കറിയാം, പക്ഷേ തൊട്ടടുത്ത് ഇരിക്കുന്ന ചേട്ടനെ നമുക്ക് അറിയുന്നില്ല അല്ലേ? ചന്ദ്രനിൽ വരെ നമ്മൾ പോയി അല്ലേ? തൊട്ടടുത്ത വീട്ടിലെ രാമേന്ദ്രൻ ചേട്ടനെ അറിയത്തില്ല. ചന്ദ്രനിൽ വരെ പോയില്ലേ? കീഴടക്കിയില്ലേ? തൊട്ടടുത്ത രാമേന്ദ്രൻ ചേട്ടൻ സുഖമില്ല കിടക്കുകയാണ്, അദ്ദേഹത്തെ കാണാൻ ഇതുവരെ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ലോകം മുഴുവൻ കീഴടക്കിയെങ്കിലും നമ്മളെക്കുറിച്ചോ അല്ലേ, മനുഷ്യനെക്കുറിച്ചോ അവനവനെക്കുറിച്ചോ എന്താണ് ഞാൻ എന്നതിനെക്കുറിച്ചോ യാതൊരു വിവരവും, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചോ യാതൊരു വിവരവുമില്ല. സംയുക്ത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉഷ വിഷയാവതരണം നടത്തി. തുടർന്ന് കുട്ടൻ സംഘവും അവതരിപ്പിച്ച ഭജനയും ഉണ്ടായിരുന്നു. ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾക്കുള്ള ഉപഹാരങ്ങളും ഭജനാ സംഘത്തിനുള്ള ഉപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്തു. തുടർന്ന് ഔഷധകഞ്ഞി വിതരണവും നടന്നു. രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായാണ് ജീവിത ട്രസ്റ്റ് ഓഗസ്റ്റ് 7 മുതൽ 13 വരെ പരിപാടി സംഘടിപ്പിച്ചത്. പ്രദേശവാസികൾ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ പരിപാലിക്കാൻ ആളില്ലാത്തതിനാൽ മുണ്ടൂർ കോങ്ങാട് പാതയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ കാടുമൂടി നശിക്കുന്നു. കാടുമൂടിയതോടെ ഇഴജന്തുക്കളുടെ ശല്യമുള്ളതായും യാത്രക്കാർ പറയുന്നു. റോഡ് നിർമ്മാണ സമയത്താണ് പാതയിലുടനീളം ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. മിക്ക ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. കോങ്ങാട് ബംഗ്ലാംകുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പരിസരവും കാടുമൂടി കിടപ്പാണ്. ഇഴജന്തുക്കളെ ഭയന്ന് യാത്രക്കാർ അകത്തു കയറാൻ പോലും മടിക്കുകയാണത്രേ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയുടെ ഫലമാണ് പാലക്കാടിന് അനുവദിച്ച കോച്ച് ഫാക്ടറി ഇല്ലാതാവാൻ കാരണമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. കേരളത്തിലെ 19 MP-മാരും കേന്ദ്ര സർക്കാരിന്റെ നാവായി മാറിയെന്നും കോച്ച് ഫാക്ടറി അഭിമാനമായി അവതരിപ്പിച്ച കോൺഗ്രസ് ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്തുതി പാഠകരായി എന്നും NN കൃഷ്ണദാസ്. പാലക്കാടിന് അനുവദിച്ച കോച്ച് ഫാക്ടറി റദ്ദു ചെയ്ത കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ CPM-ന്റെ പ്രതിഷേധ സമരം ഒലവക്കോട്.
ആവർത്തിച്ച് നുണ പറഞ്ഞ് കേരളീയരെ പറ്റിക്കുന്ന സർക്കാരായി UDF സർക്കാർ മാറിയെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി സുമംഗല ടീച്ചർ. UDF സർക്കാർ കൊട്ടിയാഘോഷിച്ച ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ പറ്റിക്കലായിരുന്നുവെന്നും 25 ലക്ഷം രൂപയുടെ കുടുംബ ഇൻഷുറൻസും 3000 രൂപ ക്ഷേമ പെൻഷനും ആഗ്രഹിച്ച UDFന് വോട്ട് ചെയ്തവർ പറ്റിക്കപ്പെട്ടെന്നും സുമംഗല. സാമൂഹ്യ പെൻഷൻ അട്ടിമറിക്കപ്പെട്ടെന്ന് ആരോപിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് പാലക്കാട്. വിദ്യാർത്ഥികളെ അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ കയറ്റി നിയമം ലംഘിച്ച് യാത്ര നടത്തിയ സ്കൂൾ വാഹനങ്ങൾക്കെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. സ്കൂൾ അധികൃതർക്ക് താക്കീത് നൽകി. വിദ്യാർത്ഥികളെ യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്നും മോട്ടോർ വാഹന വകുപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.